ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബജാജ് ചേതക് 2501 എന്ന് പറയുന്ന എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വിശേഷങ്ങളാണ്. സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ളൊരു വിചാരം അല്ലെങ്കിൽ ഉണ്ടായിരുന്നിരുന്ന ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് എന്നുള്ളതാണ്. നമുക്കൊരു 1 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ താഴെ വിലക്ക് സാധാരണ പെട്രോൾ സ്കൂട്ടറുകൾ കിട്ടുമ്പോൾ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടണമെങ്കിൽ 1.5 ലക്ഷം 1.25 ലക്ഷമൊക്കെ പലപ്പോഴായിട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് എയ്തർ, അതുപോലെ തന്നെ നമ്മുടെ ഓല, ചേതക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചേതക്കൊക്കെ ആദ്യം വന്ന ടൈമിൽ 1,67,000 80,000 രൂപയ്ക്കായിരുന്നു സ്കൂട്ടറിന്. എന്നാൽ ഇന്ന് ഒരു സാധാരണ പെട്രോൾ സ്കൂട്ടറിൻ്റെ വിലയിലേക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ പലതും എത്തിക്കഴിഞ്ഞു. ഇത് ചേതക്കിൻ്റെ എൻട്രി ലെവൽ വേരിയൻ്റ് ആയിട്ടുള്ള C25 എന്ന് പറയുന്ന C2501 ആണ്. നമ്മളിപ്പോൾ ഒരു ആക്റ്റീവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വീട്ടിലൊരു ആക്റ്റീവ് ഉണ്ട്. 6 ജീപ്പ് എടുത്തിട്ട് 2-3 കൊല്ലമായി. 1,80,000 രൂപയ്ക്കാണ് എച്ച് സ്മാർട്ട് റിമോട്ടൊക്കെ ഉള്ള ആ ഒരു ആക്റ്റീവ് എടുത്തത്. എന്നാൽ ആ ആക്റ്റീവേക്കാളും വില കുറഞ്ഞു വരുന്ന വാഹനമാണ് C205. ഇതിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂവിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബജാജ് ചേതക് 2501 അല്ലെങ്കിൽ ബജാജ് ചേതക് C25 എന്ന് പറയുന്നത്. 3 കളേഴ്സാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. ശരിക്കും 7-8 കളേഴ്സ് ഉണ്ട്. യെല്ലോ, റെഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല രസമാണ്. ഒരു സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെയാണ്. ടിപ്പിക്കലി നമ്മൾ കാണുന്ന ആ ഒരു ചേതക്കിൻ്റെ ലുക്കിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ഒരു സിയാൻ കളറാണ് ഇഷ്ടപ്പെട്ടത്. ഒരു മാറ്റ് ഫിനിഷാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബജാജിൽ കണ്ടുവന്നിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഷേപ്പിലുള്ള മിററാണ്. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ്. ബേസിക് ആയിട്ടുള്ള സ്റ്റഫാണ്. ഇവിടെയായിട്ട് നമുക്ക് അതിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പ് കാര്യങ്ങൾ ഇത് പ്ലാസ്റ്റിക് ആണ്, ഇത് റബ്ബറാണ്. അത്യാവശ്യം തരക്കേടൊന്നുമില്ല. അതുപോലെ തന്നെ ബ്രേക്ക് ലിവർ കാര്യങ്ങൾ കാണാം. നമുക്കിവിടെ മാറ്റ് ഫിനിഷാണ് നമുക്ക് വരുന്നത്. ചേതക്കിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ടൈപ്പ് ഹെഡ് ലാമ്പ് ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പതിവിൽ നിന്ന് വിപരീതമായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇതുപോലെ തന്നെ ഫ്രണ്ടിലെ ഹെഡ് പോർഷനിൽ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡ് പോർഷൻ്റെ ആ ഒരു മെറ്റീരിയൽ കാര്യങ്ങൾ കാണാം. അത്യാവശ്യം കുറച്ച് ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ബജാജിൻ്റെ അടുത്ത് നമ്മൾ കുറച്ചുകൂടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു എൻട്രി ലെവൽ വാഹനമാണ്. ഇവിടെ ഒരു ഹോളുണ്ട്. ഇതിനെന്തുകൊണ്ട് ഒരു ക്യാപ്പ് കൊടുത്തില്ല എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ചേതക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് എലമെൻറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇവർ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ ക്യാപ്പ് കൊടുക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്പർ പ്ലേറ്റ് ഹോൾഡറാണ് ഇവിടെ വരുന്നത്. ഇതാ ഇങ്ങനെ ഒരു ഗ്രേ കളർ എലമെൻ്റൊക്കെ ഉണ്ട്. ഇത് മെറ്റലാണ്. ബജാജ് ചേതക് സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ മെറ്റൽ തന്നെയാണ് ഈ ഒരു പാനൽ കാര്യങ്ങളൊക്കെ വരുന്നത്. ചേതക്കിൻ്റെ ലോഗോ ഉണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്കും ചേതക്കിൽ നമ്മൾ കണ്ടുവരുന്ന പോലെ വിശാലമായിട്ടുള്ളൊരു മഡ് ഗാർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ്. ഈ പോർഷനൊക്കെ പ്ലാസ്റ്റിക്കാണ്. അതുപോലെ തന്നെ അലോയ് വീലാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് വിത്ത് ഡിസ്ക് ബ്രേക്ക്. ഈ ഒരു ടയറിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 80-90-12 സെക്ഷൻ ടയേഴ്സാണ്. TVSൻ്റെ യൂറോ ഗ്രിപ്പ് ആണ് വരുന്നത്. ഇന്ന് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ പോർഷൻ ഫൈബറാണ്, എന്നാൽ ഈ പാനലെല്ലാം നമുക്ക് മെറ്റലായിട്ടാണ് വരുന്നത്. ഇതാണ് നമുക്ക് ആ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഒരു ഡിസൈൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോർ ബോർഡാണ്. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫൈബർ പാർട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊരു എൻട്രി ലെവൽ വാഹനമാണ്. അതായത് ഇതുപോലെ തന്നെ 2 ഗ്ലൗ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. ഒരു ബേസിക് ഹുക്ക് കൊടുത്തിട്ടുണ്ട്. C2501 എന്നുള്ള ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കീ ഹോള് കാര്യങ്ങൾ കാണാം. സാധാരണ സ്കൂട്ടറിൽ നമ്മൾ കാണുന്ന പോലെ ഓൺ ഓഫ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ഒരു കളർ LCD ഡിസ്പ്ലേ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ആദ്യത്തെ ചേതക്കിലൊക്കെ നമ്മൾ കണ്ടതുപോലത്തെ മിറർ അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള മിററാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്കിതാ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇൻഡിക്കേറ്ററിന് ബസറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഹോൺ ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ബട്ടൺസ് ഇവിടെയായിട്ട് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാം. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നിങ്ങനെയുള്ള ഇത്രയും ബട്ടൺസാണ് നമുക്ക് ഈ ഒരു
വാഹനത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ പറയുന്ന പോലെ ഒരു ആവറേജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പാർട്സ് ക്വാളിറ്റിയൊക്കെ ആണെങ്കിലും തരക്കേടില്ല എന്ന് നമുക്ക് പറയാം. എന്തായാലും ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോർ ബോർഡാണ്. നമുക്ക് അത്യാവശ്യമായിട്ട് കാലൊക്കെ വെച്ചൊക്കെ ഇരിക്കാം. അത്യാവശ്യം സ്പേസ് ഉണ്ട്. എന്നാലും ഒരു ഗ്യാസ് സിലിണ്ടർ കാര്യങ്ങളൊന്നും ഇരിക്കില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഉണ്ട്. സെൻട്രൽ സ്റ്റാൻഡ് ഇതിനകത്ത് ഇപ്പോൾ വെച്ച് കണ്ടിട്ടില്ല, മേ ബി ആക്സസറി ആയിരിക്കാം. ഫുഡ് പെക്സ് വരുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റൽ ഫുഡ് പെക്സ് ആണ്. ബാക്ക് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ചേതക്കിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സസ്പെൻഷൻ കാണാൻ സാധിക്കും. രണ്ട് സൈഡിലായിട്ട് ഹബ് മോട്ടറാണ് നമുക്കിതിൽ കിട്ടുന്നത്. 2.2 kW പീക്ക് പവർ വരുന്ന ഹബ് മോട്ടർ. മറ്റൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ഹഗ്ഗറൊക്കെ കൊടുത്തിട്ട് നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെളി അടിക്കാനുള്ള ചാൻസസ് കാണുന്നില്ല. പിന്നെ നമ്മൾ ചേതക്കിൽ നിന്ന് സ്ഥിരമായിട്ട് കണ്ടുവന്ന ആ ഒരു ടെയിൽ ലാമ്പൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ട, ചേതക്കിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ഇങ്ങനെ ഉള്ള ഒരു ഡിസൈനിലെ ടെയിൽ ലാമ്പാണ് ചേതക്ക് 2501 കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് റിഫ്ലക്ടർ, നമ്പർ പ്ലേറ്റ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലുക്കുണ്ട് കാണാനൊരു നോർമൽ ഒരു പെട്രോൾ സ്കൂട്ടർ, ഒരു പഴയൊരു പ്ലഷറൊക്കെ ഇല്ലേ, പ്ലഷർ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതിൻ്റെയൊക്കെ ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര വലിയ ഒരു ബൾക്കി ആയിട്ടൊരു വാഹനമായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം ചെറിയ ഒരു നോർമൽ സൈസ് വാഹനമാണ്. ഇവിടെ സീറ്റ് കാര്യം കാണാൻ സാധിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷനി ആയിട്ടുള്ള സീറ്റാണ്. മെറ്റാലിക് ആയിട്ടുള്ളൊരു നല്ലൊരു ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല വലിയൊരു ബൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഡീപ്പായിട്ടുള്ള ബൂട്ടാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ചാർജിങ് പ്ലഗ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ബൂട്ട് ഈ വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് ചേതക്കിൽ സ്ഥിരം വരുന്ന പോലെ ഓൺ ബോർഡ് ചാർജർ അല്ല, ഇതുപോലെ ഒരു പോർട്ടബിൾ ചാർജറാണ് വരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നല്ല മെറ്റാലിക് ക്വാളിറ്റിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനമാണ്. താഴേക്ക് നമുക്ക് നല്ലപോലെ ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. വലിയ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റൊക്കെ ഇതിനകത്ത് ഇരിക്കേണ്ടതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ബൂട്ട് സ്പേസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ കാര്യങ്ങളെന്ന് പറയാം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതുപോലെ സീറ്റ് താഴേക്ക് വീഴാതെ ഇരുന്നോളൂ കേട്ടോ. നമ്മൾ അത്ര അനോയ് ചെയ്യാതെ അത് അവിടെ അങ്ങ് ഇരുന്നോളൂ. ഫിസിക്കൽ ഓവർവ്യൂവിൽ വേറെ എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ, ആ ഒരു ഉദ്ദേശത്തിലാണ് ബജാജ് C25 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് വൈറ്റ് കളറാണ്, അത് ഗ്ലോസിയാണ്, ഇതും ഗ്ലോസിയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ മെറ്റാലിക് ആണ് ഇവിടെ കണ്ടതിൽ വെച്ച്. പക്ഷേ ഇനിയും കളേഴ്സ് ഒരുപാട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ. നമുക്കിനി ബജാജ് C25 റേഞ്ച്, അതുപോലെയുള്ള സ്പെക്സ് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടറാണ്. സോ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരുപാട് പവറും കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നമുക്കൊരു സിറ്റി യൂസിന് പറ്റുന്ന ഒരു നോർമൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഞാൻ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് വില വരുന്നത്. വാഹനത്തിൻ്റെ റേഞ്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 കിലോമീറ്ററാണ് ഐഡിയൽ ഡ്രൈവിംഗ് കണ്ടീഷൻ കിട്ടുന്നത്. റിയൽ ലൈഫ് 90 കിലോമീറ്ററാണ് ഇവർ പറയുന്നത്. നമ്മൾ പഴയ ചെയ്തക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, റിയൽ ലൈഫ് 90 പറയുന്നത്. IDC അതിലും കൂടുതലായിരുന്നു. നമ്മൾ പണ്ട് അതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ 121 കിലോമീറ്റർ ഓടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എറണാകുളം ടു ആലപ്പുഴ പോയിട്ട് തിരിച്ച് നമ്മൾ വന്ന് 121 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിടിച്ചൊക്കെ ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ 100 മേലെ കിട്ടുമായിരിക്കും. എന്നാലും 90 ഇവർ റിയൽ ലൈഫ് പറയുന്നത്, വിച്ച് ഈസ് പ്രിറ്റി ഡീസൻറ്റ്. ഈ ഒരു വിലക്ക് നമുക്ക് 90 കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ ഒരു 40 കിലോമീറ്റർ 45 കിലോമീറ്റർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ചാർജിൽ പോയി എത്താൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 55 kmph ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ C25 എന്ന് പറയുമ്പോൾ 2.5 kW ലിഥിയം അയോൺ ബാറ്ററി പാക്കാണ് വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ 2.2 kW വരുന്ന ഹബ് മോട്ടറാണ് വരുന്നത്. 2.2 kW എന്ന് പറഞ്ഞാൽ പീക്ക് പവറാണ്. കണ്ടിന്യൂസ് പവർ എന്ന് പറയുന്നത് 1.8 kW ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലുള്ള പല വാഹനങ്ങളിൽ നിന്നും കുറച്ച് ഇൻഫീരിയർ ആണ്. ഇപ്പോൾ നമ്മൾ പഴയ ചെയ്തൊക്കെ എടുത്ത 3 kW 3.5 kW, അതുപോലെ തന്നെ പ്രീമിയം വാഹനങ്ങൾ ഇപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ 6 kW 7 kW ഓലയൊക്കെ പോകുമ്പോൾ 11 അങ്ങനെയൊക്കെ പീക്ക് പവർ വരുന്നുണ്ട്. ഇത്
2.2 കിലോ വാട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഓർബിറ്ററിലും താഴെയാണ്. ഓർബിറ്ററിന് 2.5 കിലോ വാട്ടാണ്, ഇത് 2.2 കിലോ വാട്ടാണ് വരുന്നത്. നമുക്കൊരു സിറ്റി യൂസിന് അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ ലൈഫിന് കൊണ്ട് നടക്കാൻ സത്യം പറഞ്ഞാൽ ഇത് മതി. പക്ഷേ ഈ പറയുന്ന പോലെ ഭയങ്കര ധൃതിയായിട്ട് റഷ് ചെയ്ത് ഓടിക്കണമെങ്കിൽ നമുക്ക് സാധിക്കില്ല. 55 കിലോമീറ്ററാണ് ഇതിനൊരു സ്പീഡ് കൊടുത്തിരിക്കുന്നത്. 2.2 കിലോ വാട്ട് ആണ് പവർ എങ്കിലും ഈ പറയുന്ന പോലെ ഒരു 19 ഡിഗ്രിയോളം പീക്ക് ഗ്രേഡബിലിറ്റി അവർ പറയുന്നുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ കയറ്റം കയറുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മളിതൊന്ന് ഓടിച്ചു നോക്കിയാലാണ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വരുന്നത് 750 കിലോ വാട്ടിൻ്റെ പോർട്ടബിൾ ചാർജറാണ്, ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ. അപ്പോൾ നമുക്കൊരു 3.25 മണിക്കൂർ കൊണ്ട് 0 to 100 ആവും. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 0 to 80 ആവും. അപ്പോൾ എല്ലാ ചേത്തക്കും പോലെ തന്നെ ഈ ചേത്തക്കും വളരെ ചുരുക്കം ടൈം എടുക്കുന്നുള്ളൂ. ചേത്തക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺ ബോർഡ് ചാർജറാണ് മറ്റേ പ്രീമിയം വണ്ടിയിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ പ്ലഗ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു 3-3.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. ഈ വാഹനവും 3.25 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. ചെറിയൊരു ബാറ്ററി പാക്ക് ആണെന്നുള്ളതാണ് ഈ വാഹനത്തിൽ അത്രയും പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കാര്യങ്ങളൊന്നും ചേത്തക്കിനും ഒന്നും ഇല്ല, ഇന്നും ഇല്ല. ഒരു ബേസിക് എൻട്രി ലെവൽ ഒരു വാഹനം. പിന്നെ ഈ ഡിസ്പ്ലേ കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. ഒരുപാട് കളേഴ്സ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ലൈറ്റും, നമുക്കിതിൻ്റെ ഓഡോമീറ്റർ റീഡിങ്, ട്രിപ്പ്, ക്ലോക്ക്, ബാറ്ററി പെർസെൻറ്റേജ്, പവർ ബാർ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കാണാൻ സാധിക്കും. അത് ഒരു നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ 1 ലക്ഷം രൂപ എന്ന് ഞാൻ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ വാഹനത്തിന് മാത്രമാണ്. ഇതിൽ വേറെ ആക്സസറീസോ എക്സ്റ്റെൻഡഡ് വാറൻറ്റിയോ അങ്ങനെ ടെക് പാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ഉണ്ടാവില്ല. നമുക്ക് ബേസിക്കലി വണ്ടി കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ റേഞ്ച്, ചാർജിങ് ടൈം, പവർ കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് റിവേഴ്സ് മോഡ് കാര്യങ്ങൾ ഒക്കെ കിട്ടുന്നുണ്ട്. അതിലൊന്നും യാതൊരു രീതിയിലുള്ള സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് എടുക്കേണ്ടതില്ല. അതല്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള യൂസിനുള്ള എല്ലാ കാര്യങ്ങളും ഈ 1 ലക്ഷം രൂപയ്ക്ക് കിട്ടും. ഇതിൻ്റെ ഡ്രൈവ് മോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ടെക് പാക്ക് കാര്യങ്ങളൊന്നും എടുക്കാതെ ആണെങ്കിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് റൈഡ് മോഡാണ് വരിക. ടെക് പാക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എക്കോ, സ്പോർട്ട്, അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് പോലെയുള്ള അല്ലെങ്കിൽ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചറുകൾ കാര്യങ്ങൾ കിട്ടുക. വാറൻറ്റീനെ പറ്റി പറയാനാണെങ്കിൽ ഡീഫോൾട്ടായിട്ട് നമുക്ക് ചേത്തക്ക് മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബാറ്ററിക്കും ഈ പറയുന്ന പോലെ മോട്ടർ എല്ലാത്തിനും കൂടെ ഒറ്റൊരു വാറൻറ്റി ആയിട്ടാണ് പറയുന്നത്. വെഹിക്കിൾ വാറൻറ്റി വേറെ, ബാറ്ററി വാറൻറ്റി വേറെ എന്നുള്ള രീതിയിൽ പറയാറില്ല. ഡീഫോൾട്ടായിട്ട് 3 ഇയർ അല്ലെങ്കിൽ 50,000 കിലോമീറ്റേഴ്സാണ് വാറൻറ്റി വരുന്നത്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എക്സ്ട്രാ നമ്മൾ കാശ് കൊടുക്കണം. ഒരു 5,990 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 2 വർഷവും 20,000 കിലോമീറ്റർ കൂടെ നമുക്ക് ഇതിലൂടെ കൂട്ടാൻ സാധിക്കും. അതായത് 5 വർഷം അല്ലെങ്കിൽ 70,000 കിലോമീറ്റർ വാറൻറ്റി. എൻ്റെ അടുത്ത് പറഞ്ഞത് അതിൽ ബാറ്ററി, മോട്ടർ, കൺട്രോളർ, അങ്ങനത്തെ ഇലക്ട്രിക് സാധനങ്ങൾ കവർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വാറൻറ്റി തന്നെയാണ്. പൊതുവേ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 5 വർഷം 60,000 പല ബ്രാൻഡ്സും കൊടുക്കുന്നത്. നമുക്കൊരു എക്സ്റ്റൻഡഡ് വാറൻറ്റി അടക്കം എടുക്കുകയാണെങ്കിൽ ഒരു 5 വർഷം 70,000 കിലോമീറ്റർ വാറൻറ്റി നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടെക് പാക്ക് ഒരു 3,000 രൂപയാണ് വരുന്നത്. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സ് വരും. കണക്ടിവിറ്റി കാര്യങ്ങളുണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ല. എന്നാലും ഈ പറഞ്ഞ പോലെ 2 പുതിയ മോഡുകൾ, അതായത് സ്പോർട്ടും അതുപോലെ തന്നെ എക്കോയും പിന്നെ ഈ പറയുന്ന പോലെ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ടെക് പാക്ക് എടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ 1 ലക്ഷം പ്ലസ് ഒരു 5,990 കൊടുത്താൽ വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു 3,000 കൊടുത്തു കഴിഞ്ഞാൽ ടെക് പാക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എത്രയായി? 1,09,000 രൂപകളായി. ഈ വിലയ്ക്കാണ് ഞാൻ പറഞ്ഞതുപോലെ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പ് വീട്ടിലൊരു 6th ജെൻ ആക്റ്റീവ നമ്മളെടുത്ത് 1,80,000 രൂപ. അപ്പോൾ ആ ഒരു വിലക്ക് നമുക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്സസറീസ്, അതായത് മാറ്റ്, സ്റ്റാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. വേണ്ട എന്നാണെങ്കിൽ മേ ബി നമുക്ക് തേർഡ് പാർട്ടി ആക്സസറീസ് ഒക്കെ ഇപ്പോൾ പല വാഹനങ്ങൾക്കും നമുക്ക് ആമസോണിൽ നിന്നും പുറത്തുനിന്നൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങനെ എടുക്കാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ, ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ നമ്മുടെ ചേത്തക്ക് തന്നെ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ 3 ഇയർ ഒക്കെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അത് വേണ്ടവർക്ക് അത് എടുക്കാം. അത് വേണ്ടാത്തവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് 100, 300, 350 രൂപ എടുത്തു കഴിഞ്ഞാൽ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഐഡിയലി 2 എടുത്ത് വെക്കുന്നതാണ് നല്ലത്. നാളെ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് വണ്ടി വല്ല ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 2 റോഡ് സൈഡ് അസിസ്റ്റൻസ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഒന്നുകിൽ ചേത്തക്കിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻഷുറൻസ് കമ്പനിയുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് കിട്ടും. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അൺവീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ
ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഓവർവ്യൂ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ലേഡീസ് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ സിറ്റിയിൽ അല്ലെങ്കിൽ നാട്ടിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള വാഹനം. അത്ര ഒരുപാട് പവറും കാര്യങ്ങളൊന്നുമില്ല, നമുക്കൊരു ഡീസൻറ്റ് പവറാണ് നമുക്ക് കിട്ടുന്ന ഒരു സിറ്റി യൂസിന് പറ്റുന്ന 2.2 കിലോ വാട്ട് ഡീസൻ്റ് ആയിട്ട് ഒരു റിയൽ ലൈഫ് 90 കിലോമീറ്റർ റേഞ്ച് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പ് ആൻഡ് ഡൗൺ ഡെയിലി ഒരു 40 കിലോമീറ്റേഴ്സൊക്കെയാണ് പോകുന്നത്. ഐ മീൻ വൺ സൈഡ് 40 ഒക്കെയാണ് പോകുന്നതെങ്കിൽ സുഖമായിട്ടൊരു ചാർജിൽ നമുക്ക് കൊണ്ടെടുക്കാമെങ്കിൽ പിന്നെ 3.25 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകും എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് വീട്ടിലൊക്കെ തന്നെ ആണെങ്കിലും നമുക്കൊന്ന് ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രാവിലെ ഇട്ടാൽ ഉച്ച, അല്ലെങ്കിൽ നമ്മൾ രാത്രി ചാർജ് ചെയ്യാനിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജിൽ എടുക്കാം. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സാധാരണ ഒരു പെട്രോൾ വാഹനത്തിൻ്റെ വിലക്ക് ഒരു ഇലക്ട്രിക് വാഹനം എന്നുള്ള രീതിയിലുള്ളതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വാഹനങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്നാലും ഒരു 1,20,000 രൂപയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഹീറോയുടെ വിത VX2 അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് TVS iQube നമുക്ക് അവൈലബിൾ ആണ് 1,20,000 സംതിങ് പ്രൈസിൽ. ആ പ്രൈസിൽ നമുക്ക് ഓർബിറ്റർ അവൈലബിൾ ആണ്. പിന്നെ ഓലേനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് അവൈലബിൾ ആണെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് ബജാജ് ചേതക് C25 പറ്റി പറയാനുള്ള കാര്യങ്ങൾ.